ഭൂമിതിനെ മറന്നുപോയി വസിപ്പതെന്തോ കൺമണിയേ. ഇടിഞ്ഞു ഞാൻ എൻ്റെ പരമമോദങ്ങൾ അഖിലവും നിന്നെ കരുതി. നിന്റെ കഠിന പാപത്തെ ചുമന്നൊഴിപ്പതിനടിമവേഷം ഞാൻ എടുത്തു. നിന്റെ കഠിന പാപത്തെ ചുമന്നൊഴിപ്പതിനടിമവേഷം ഞാൻ എടുത്തു. പരമനാഥന്റെ തിരുമുൻപാകെ ദുരിത ഭാരത്തെ ചുമന്നു കൊണ്ടു പരവശനായി തളർന്നൻ വിയർപ്പു ചോരത്തുള്ളി പോലൊഴുകി. പരവശനായി തളർന്നൻ വിയർപ്പു ചോരത്തുള്ളി പോലൊഴുകി. പെരിയൊരു കുരിശെടുത്തുകൊണ്ടു ഞാൻ കയറി കാൽവരി മുകളിൽ. ഉടൻ കരുത്തെഴുന്നവർ പിടിച്ചിടച്ചെന്നെ കിടത്തി വൻകുരിശതിന്മേൽ. ഉടൻ കരുത്തെഴുന്നവർ പിടിച്ചിടച്ചെന്നെ കിടത്തി വൻകുരിശതിന്മേൽ. വലിച്ചു കാൽകരം പഴുതിണയാക്കി പിടിച്ചിലും പണി ചെലുത്തി. ഒട്ടുമാലിവില്ലാതടിച്ചിറക്കിയ രക്തം തെറിക്കും എൻ്റെ കൺമണിയേ. ഒട്ടുമാലിവില്ലാതടിച്ചിറക്കിയ രക്തം തെറിക്കും എൻ്റെ കൺമണിയേ. പരമദാഹവും വിവശതയും കൊണ്ടധികം തളർന്ന നാവ് വരണ്ടു വെള്ളത്തിനിരുന്ന നേരത്തു തരുന്നതെന്തു നീയോർക്കാൻ. വരണ്ടു വെള്ളത്തിനിരുന്ന നേരത്തു തരുന്നതെന്തു നീയോർക്കാൻ. കരുണയില്ലാത്ത പടയാളിയൊരു പെരിയ കുന്തമങ്ങെടുത്തു. കുത്തി തുറന്നൻ ചങ്കിനെ അതിൽ നിന്നൊഴുകി ജലവും രക്തവും ഉടനെ. കുത്തി തുറന്നൻ ചങ്കിനെ അതിൽ നിന്നൊഴുകി ജലവും രക്തവും ഉടനെ. ഒരിക്കലും എൻ്റെ പരമസ്നേഹത്തിൽ മറക്കാമോ നിനക്കോർത്താൽ. നിന്മേൽ കരളലിഞ്ഞു ഞാൻ ഇവ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു. നിന്മേൽ കരളലിഞ്ഞു ഞാൻ ഇവ സകലവും സഹിച്ചൻ ജീവനെ വെടിഞ്ഞു. നിനക്കായ ജീവനെ മരക്കുരിശിൽ വെടിഞ്ഞ മകനെ. ദിനവും ഇതിനെ മറന്നുപോവിൽ നീ വസിപ്പതെന്തു കൺമണിയേ. ദിനവും ഇതിനെ മറന്നുപോവിൽ നീ വസിപ്പതെന്തു കൺമണിയേ. തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. തനമെറുശലേമിലെത്തും കാലമൊട്ടുമ്പോൾ ഇത്തരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ. നീതി സൂര്യ ശോഭയാലും നല്ല ഇരുൾ മാറിടും. നീതിയും അനീതിയും ഇല്ല ലേശവും
സന്തോഷശോഭനം ആ നല്ല നാളുകൾ, ലോകം ഭരിച്ചിടും കർത്താവിനാളുകൾ. ശോകം രോഗം യുദ്ധകൃത ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധകൃത ജാതികളിൽ വിപ്ലവം പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ, വീണ്ടെടുക്കപ്പെട്ട സർവദൈവ മക്കളും ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും. ദുഃഖം നെടുവീർപ്പും സർവവും തീർന്നിടും. നിത്യ സന്തോഷം ശിരസിൽ ഹാവറിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. നിത്യ സന്തോഷം ശിരസിൽ ഹാവറിച്ചവർ, നിത്യതയ്ക്കുള്ളിൽ മറയും തീരും കാലവും. യേശുശലേമിലെത്തും കാലമോർക്കുമ്പോൾ കരയിൽ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞുള്ള ഈ കൊരിന്ത്യർ സഭയെ കുറിച്ചൊരു ചെറിയ അഭിപ്രായം വളരെ ശരിയായിട്ടൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കൊരിന്ത്യർ സഭയ്ക്കുള്ള ഈ ലേഖനം ഇല്ലായിരുന്നെങ്കിൽ നമുക്കൊക്കെ ഇന്ന് സഭയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടേനെ. ഇതിലെ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോയേനെ. അപ്പൊ അന്ന് തന്നെ ഇതെല്ലാം സംഭവിച്ചതുകൊണ്ട് നമുക്കൊരു അല്പ ആശ്വാസമുണ്ട്. സംഭവിക്കുമ്പോൾ ഇത് ബുദ്ധരിയല്ല എന്നോർത്ത് ആശ്വസിക്കാം. പിന്നെയുള്ള പരിഹാര മാർഗങ്ങളും ഒരളവിൽ ഇവിടെ തന്നെ വെളിപ്പെടുന്നു. ഞാൻ ചിന്തിച്ചു, പണ്ട് സഭ ആരംഭിച്ച കാലത്ത് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഏത് സമയത്ത് നോക്കിയാൽ പ്രശ്നമുണ്ട്. അത് ഏത് പ്രശ്നമാണെങ്കിലും അത് പണ്ടേ ഉള്ള വേറെ ഒരു വകഭേദമൊക്കെ ഉണ്ടാവും, വ്യത്യാസമാവുന്നു. അങ്ങനെയല്ല ദൈവം അത്ര പ്ലാൻഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. സഭ കർത്താവ് പറഞ്ഞപ്പോ അത് പറഞ്ഞ പോലെ സഭ പെർഫെക്റ്റാണ്. മനുഷ്യൻ പെർഫെക്റ്റ് അല്ലെങ്കിൽ സഭ പെർഫെക്റ്റ് ആകുന്നു. പെർഫെക്റ്റ് അല്ലാത്ത മനുഷ്യരെ ചേർത്താണ് കർത്താവ് സഭ പണിയുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കർത്താവ് അങ്ങനെയാണ് ചെയ്യുന്നത്. ബലഹീനന്മാരെയും ഛേദമില്ലാത്തവരെയും നിസ്സാരന്മാരെയും എല്ലാം ചേർത്താണ് കർത്താവ് സഭ പണിയുന്നത്. 1 കൊരിന്ത്യർ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. ജ്ഞാനികളെ തെരഞ്ഞെടുത്തെങ്കിൽ, ബുദ്ധിമാന്മാരെ തെരഞ്ഞെടുത്തെങ്കിൽ, ഒരു കുറവുമില്ലാത്തവരെ തെരഞ്ഞെടുത്തെങ്കിൽ, അങ്ങനെയുള്ള ആളുകളില്ല. അങ്ങനെ ദൈവം തെരഞ്ഞെടുത്തില്ല. അപ്പൊ കുറവുകളുള്ള ആളുകളെ ദൈവം തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ കുറവുകൾ സ്വാഭാവികമാണ്. നമ്മളിവിടെ വായിച്ചപ്പോ കൊരിന്ത്യരുള്ള ആളുകള് അവിടെ കൊണ്ട് മാത്രം നിന്നില്ല, അവരാക്കി തീർത്ത പൗലോസ്. അന്ധകാരത്തിൽ നിന്ന് അവർ അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവന്ന് വെളിച്ചം കൊടുത്ത് രക്ഷ കൊടുത്ത് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തെ അവരെ വളർത്തി വലുതാക്കി എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്ത് പൗലോസാണ്, പരിശുദ്ധാത്മാവിനാണ്. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ അവര് പൗലോസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന നിലയിലേക്ക് വന്നല്ലോ. അതാണല്ലോ ഇവിടുത്തെ പ്രതിവാദ്യം. പൗലോസിനെ സംബന്ധിച്ച് ഇനി അവർ പറയാത്ത കുറ്റങ്ങളൊന്നുമില്ല. അതിന്റെ മാനസിക സംഘർഷത്തിൽ നിന്നുകൊണ്ടാണ് കൊരിന്ത്യർക്ക് വേണ്ടി തന്റെ ജീവിതം അത്രയേറെ ചെലവിട്ടിട്ടും ചെലവായി പോയിട്ടും ഇത്രയേറെ അവർക്ക് വേണ്ടി അധ്വാനിച്ചിട്ടും അവരോട് യാതൊരു പ്രതിഫലവും വാങ്ങാതിരുന്നിട്ടും അനാവശ്യമായിരിക്കുന്ന ആരോപണങ്ങൾ തന്റെ നേരെ ആരോപിച്ചതിലുള്ള മാനസിക വിഷമത്തിൽ നിന്നുകൊണ്ടാണ് പൗലോസ് ഇതെല്ലാം എഴുതുന്നത്. അതൊരു പരാതി പറച്ചിലായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുകയല്ല. അതൊരു പരാതി പറച്ചിലായിട്ട് തോന്നും ഒരുപക്ഷെ. അത് പരാതി പറച്ചിലല്ല, കുറ്റപ്പറച്ചിലല്ല. തന്റെ ഹൃദയത്തിന്റെ അനുഭവങ്ങളും തന്റെ ഹൃദയത്തിന്റെ അവസ്ഥകളും വേദനകളും പങ്കിടുകയായിരുന്നു. അതാ പറയുന്നത്, ഞാൻ ആരോടും അന്യായം ചെയ്തിട്ടില്ല, ഞാൻ ആരെയും കെടുത്തിയിട്ടില്ല, ആരെയും ഞാൻ ആത്മീയമായിട്ട് തളർത്തിയിട്ടില്ല, ആരോടും ഒന്നും വഞ്ചിച്ചെടുത്തിട്ടില്ല. ഞാനിത് എഴുതുന്നത് ആരെയും കുറ്റം പറയാനല്ല, കുറ്റം വിധിക്കാനല്ല, നിങ്ങളോട് കൂടെ ഒരുമിച്ച് ജീവിക്കാനും മരിക്കാനും നിങ്ങളും ഞങ്ങളും ഒരേ ഹൃദയത്തിലായിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് വലിയ പ്രാഗൽഭ്യമുണ്ട്. നിങ്ങളെ കുറിച്ച് എനിക്ക് എപ്പോഴും പ്രശംസയുണ്ട്. ഞാൻ ഈ കഷ്ടതയിലും ആശ്വാസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു.
സന്തോഷം കൊണ്ട് കവിഞ്ഞിരിക്കുന്നു. അപ്പൊ അത് അവരുടെ ഹൃദയത്തിലേക്ക് പൗലോസ് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ഭാഗത്ത് വന്ന തെറ്റുകൾ, പൗലോസിനെ സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവർ പറഞ്ഞ പരാതികൾ അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് പരിഹരിക്കാനുള്ള ഒരു പ്രബോധനം എന്നുള്ള നിലയിൽ കൂടിയാണ് പൗലോസ് ഇക്കാര്യങ്ങൾ പറയുന്നത്. പിന്നെ താന് മക്കതോനിയയിലോട്ട് പോയി. കൊരിന്തിൽ നിന്നാണല്ലോ പൗലോസ് മക്കതോനിയയ്ക്ക് പോകുന്നത്. അവിടെ പോയപ്പോഴും ഒട്ടും സുഖമായിരുന്നില്ല. വളരെ കഷ്ടത അനുഭവിച്ച് തന്നെയാണ് അവിടെ ജീവിച്ചത്, പ്രവർത്തിച്ചത്. പിന്നീട് തീത്തോസിനെ അയച്ചു കൊരിന്തിലോട്ട്. തീത്തോസ് അവിടെ ചെന്നു. ഈ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം കൊരിന്തിൽ മാനസാന്തരം കണ്ടു, വ്യത്യാസം കണ്ടു. തീത്തോസിനെ സ്നേഹപൂർവ്വം കൈക്കൊണ്ടു, സ്നേഹത്തോടെ യാത്ര അയച്ചു. അങ്ങനെ കൊരിന്തിൽ മാറ്റം വന്നിട്ടുണ്ട്, മാനസാന്തരം വന്നിട്ടുണ്ട്, സ്നേഹം വന്നിട്ടുണ്ട്, പല മനോഭാവങ്ങൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് എന്ന് തീത്തോസ് വന്ന് പൗലോസിനോട് റിപ്പോർട്ട് പറയും. അപ്പൊ അത് കേട്ടപ്പോഴാണ് പൗലോസിന് ഏറെ ആശ്വാസം ലഭിച്ചത് എന്ന് 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവന്റെ വരവിനാൽ മാത്രമല്ല, അവന് നിങ്ങളെ കൊണ്ട് ലഭിച്ച ആശ്വാസത്താലും കൂടെ നിങ്ങളുടെ വാഞ്ചയും നിങ്ങളുടെ വിലാപവും എനിക്കായുള്ള നിങ്ങളുടെ എരിവും ഞങ്ങളോട് അറിയിച്ചതിനാൽ തന്നെ അവർക്ക് വലിയ സന്തോഷമുണ്ടായി എന്ന് പറയാം. വലിയ മാറ്റം വന്നു വരുന്നതിൽ മാറ്റം വന്നു. അവർക്കുണ്ടായിരുന്ന നിരവധിയായ ജഡാമോഹങ്ങൾ, പാപസ്വഭാവങ്ങൾ, ഈ കുറ്റം പറച്ചിലെ പരിപാടികള്, ഏഷണി മനസ്സിലെ പരിപാടികള്, നേതൃത്വത്തോട് മത്സരിക്കുന്ന ആ അനുഭവമുള്ള ആളുകള്, തെറ്റുകളെല്ലാം ഒരളവിൽ മനസ്സിലാക്കി തിരുത്തി മാനസാന്തരപ്പെട്ടു എന്ന് വേണം 2 കൊരിന്ത്യരിൽ നിന്ന് പഠിക്കാൻ. അതുപോലെ തന്നെ തുറന്നടപ്പ് ആചരിച്ചിരുന്ന മനുഷ്യനും താനെ മാനസാന്തരപ്പെട്ടതായിട്ട് വായിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 10-ാം വാക്യത്തിൽ പറയുമ്പോൾ കാണുന്നുണ്ട്, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിന്റെ ദുഃഖവും മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിത പ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം നിങ്ങൾക്ക് ഉത്സാഹമുണ്ടാക്കി. ഈ പ്രതിപാദവും നീരസവും എല്ലാം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ ആ ഒരു മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാരെന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. പൗലോസിന്റെ ലേഖനം അവരുടെ ജീവിതത്തില് വായിച്ച സമയത്ത് പ്രതിവാദമുണ്ടാക്കി, നീരസമുണ്ടാക്കി, അങ്ങനെ പലതരത്തിലുള്ള പ്രതികാര ചിന്തകൾ ഉണ്ടാക്കി. പക്ഷെ ആത്യന്തികമായിട്ട് ലാസ്റ്റ് വലിയ മാറ്റങ്ങൾ അവരുണ്ടാക്കി. അതാണ് 12-ാം വാക്യം. ഞാൻ നിങ്ങൾക്ക് എഴുതിയത് അന്യായം ചെയ്തവൻ നിമിത്തമല്ല, അന്യായം അനുഭവിച്ചവൻ നിമിത്തവുമല്ല, ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ഉത്സാഹം ദൈവത്തിന് മുൻപാകെ നിങ്ങളുടെ ഇടയിൽ വെളിപ്പെടുത്തേണ്ടതിന് തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആശ്വാസം വന്നിരിക്കുന്നു. ഞങ്ങളുടെ ആശ്വാസം ഒഴികെ തീത്തോസിന്റെ മനസ്സിന് നിങ്ങൾ എല്ലാവരും തണുപ്പ് വന്നതുകൊണ്ട് അവനുണ്ടായ സന്തോഷം നിമിത്തം ഞങ്ങൾ എത്രയും അധികം സന്തോഷിക്കുന്നു. അപ്പോൾ തീത്തോസിനെ അവിടെ അയച്ചു. അവരിൽ മാറ്റം കണ്ടു, മാനസാന്തരം കണ്ടു, വ്യത്യാസം കണ്ടു. അത് തീത്തോസിനും പൗലോസിനും അവരുടെ ടീമിന് തന്നെ വലിയ അനുഗ്രഹമായി. കൊരിന്ത്യരുടെ മാനസാന്തരവും യഥാസ്ഥാനവും അവർക്ക് ആശ്വാസം നൽകി. തീർച്ചയായിട്ടും ഒരു സുവിശേഷ വേല ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്താൽ ദൈവം പണിയുന്ന സഭകളിലുള്ള ആത്മീയ നിലവാരമാണ് അദ്ദേഹത്തിന്റെ സന്തോഷം. അവിടെയുള്ള വിശ്വാസികൾ സന്തോഷമായിരിക്കുന്നു, സ്നേഹത്തിലായിരിക്കുന്നു, കൃപയിലായിരിക്കുന്നു എന്ന് അറിയുമ്പോഴാണ് അവരുടെ സന്തോഷം. എത്ര പേരുണ്ട് എന്നുള്ളതിനേക്കാൾ ഉപരി അവരെന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അവരായിരിക്കുന്നത് നല്ല നിലയിലാണോ, ആ വർത്തമാനമാണ് അവർക്ക് സന്തോഷം പകരുന്നത്. തെസ്സലോനിക്ക ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ സന്തോഷവും കിരീടവും നിങ്ങളല്ലയോ, അല്ലേ? തന്റെ അധ്വാനം കൊണ്ട് മുന്നോട്ട് വന്ന വിശ്വാസികളും സഭകളും അവർ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എന്താണെന്നുള്ളത് യോഹന്നാൻ പറയുന്നു. പുത്രന്മാരെല്ലാം അങ്ങനെ പറയുന്നു. നോക്കുക, അവർ കണ്ടമാനം സുവിശേഷ വേല ചെയ്തു എന്നുള്ളതോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കണ്ടമാനം വേറെ പ്രവർത്തിച്ചു എന്നുള്ളതോ അതിനേക്കാൾ ഉപരിയായി സത്യത്തിൽ നിലനിൽക്കുന്നു, സ്നേഹത്തിൽ നടക്കുന്നു, അവരുടെ സ്വഭാവങ്ങളിൽ മാറ്റം വന്നിരിക്കുന്നു. അതാണ് ഏറ്റവും സന്തോഷമുള്ള വിഷയം. എന്തായാലും 1 കൊരിന്ത്യർ ലേഖനം കൊണ്ട് കൊരിന്ത്യർക്കുണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്, വലിയ മാനസാന്തരമാണ്. പൗലോസിന്റെ ആ 1 കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. തെറ്റുകളെ തുറന്നടിച്ച പൗലോസ് സംസാരിച്ചിരിക്കുന്നത്. ഒരു മയം കൂടാതെയാണ് തെറ്റിനെതിരെ പൗലോസ് ഇന്നങ്ങനത്തെ ആളുകളെന്നുള്ള തെറ്റുകൾ തെറ്റാണെന്ന് തുറന്നു പറഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് വലുതായിരിക്കും. പക്ഷെ ഭവിഷ്യത്തൊന്നും നോക്കിയിട്ടല്ല അപ്പോസ്തലന്മാര് സംസാരിച്ചത്.
ഇതിന്റെ പേരിൽ എന്തെല്ലാം സംഭവിക്കുമെന്നോ തകർന്നു പോകുന്നോ ഇനി ഇയാൾ എന്നോടെല്ലാം ചെയ്യുമെന്നോ ഓർത്തിരുന്നു അവർ പറഞ്ഞില്ല. ദൈവാത്മാവിൽ ശക്തരായി അവർ തെറ്റിനെതിരെ ആഞ്ഞടിച്ചു. ശക്തമായിട്ട് മറുപടി കൊടുത്തില്ല. ആ ദുഷ്ടനെ ഈ സഭയിൽ നിന്ന് പുറത്താക്കി കളയണമെന്ന് പൗലോസ് പറയുമ്പോൾ പ്രത്യാഘാതം വലുതാ ശേഷമുള്ളത്. പൗലോസ് നോക്കിയില്ല, ദൈവാത്മാവിന്റെ കാര്യം, ദൈവത്തിന്റെ സഭയാണ് ദൈവം. അതൊരു പ്രധാനപ്പെട്ട കാര്യം. അത് അവർക്ക് ഒരിക്കലും ദോഷമായിട്ട് ഭവിച്ചില്ല. 1-ാം ലേഖനം കൊരിന്ത്യർ നന്നാക്കി, മാറ്റപ്പെടുത്തി, വ്യത്യാസപ്പെടുത്തി, അനുഗ്രഹിക്കപ്പെട്ടു. 2 കൊരിന്ത്യർ ലേഖനം അനുഗ്രഹിക്കപ്പെട്ട ഒരു വാർത്തയാണ്. രണ്ടും തന്നെ മനസ്സാൻ പറ്റില്ല, വ്യത്യാസപ്പെട്ടു, അനുഗ്രഹിച്ചു.